പാതിവില തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ വിചാരണാഘട്ടത്തിലേക്ക് 32 കള്ളപ്പണ കേസുകളിലാണ് ഇ.ഡി. കൊച്ചി സോണൽ ഈ മാസം കുറ്റപത്രം സമർപ്പിച്ചത്. ഈ സാമ്പത്തിക വർഷം രാജ്യത്താകെ ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചത് 700ഓളം കേസുകളിൽ. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വളരെ നിർണായകമായ വിവാദമായ കേസുകളിലാണ് ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പാതിവില തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ വിചാരണാഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയുമാണ്. എന്തായാലും ഈ സാമ്പത്തിക വർഷം രാജ്യത്താകെ ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചത് 700ഓളം കേസുകളിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകും ദേശീയ അന്വേഷണ ഏജൻസികൾ എത്രമാത്രം ത്വരിതഗതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഒരു വേഗവും അതിൻ്റെ ത്വരിതഗതിയിൽ അത് പൂർത്തിയാക്കുന്നതും സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കുന്നതിൻ്റെയും ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണം തന്നെയാണ് ഇത്രയധികം കേസുകൾ ഈ സാമ്പത്തിക വർഷം കുറ്റപത്രം സമർപ്പിക്കുന്നു. സാധാരണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെതിരെ ആസൂത്രിതമായി ചില കോണുകളിൽ നിന്ന് ഉയർത്തിയ ആരോപണങ്ങൾ എന്ന് പറയുന്നത് പല കേസുകളിലും അന്വേഷണം നടത്തുന്നു, അന്വേഷണം പാതി വഴിയിൽ നിലയ്ക്കുന്നു, പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഏജൻസി കടക്കുന്നില്ല എന്നത് ആയിരുന്നു പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള വിമർശനങ്ങൾ. എന്നാൽ ആ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് രാജ്യത്താകെ ഇത്രയധികം കേസുകളിൽ 7000ഓളം കേസുകളിൽ 200ഓളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഒപ്പം തന്നെ കൊച്ചിയിൽ മാത്രം 32 കേസുകളിലാണ് ഈ സാമ്പത്തിക വർഷം ഈ മാർച്ച് മാസത്തിൽ മാത്രം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല അതെല്ലാം ഏറ്റവും പ്രമാദമായ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളാണ്. പാതിവില തട്ടിപ്പ് 1000 കോടിയിലധികം രൂപ നിരവധി നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട ഒരു കേസാണ്. അവർ നീതി തേടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിലേക്കാണ്. മറ്റ് ഏജൻസികളെല്ലാം പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷിച്ചിട്ടും കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല. പല ഭാഗങ്ങളിൽ നിരവധി കേസുകൾ എടുത്തു, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്നതിനപ്പുറം ആ അന്വേഷണം മുന്നോട്ട് പോകാതിരുന്ന ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ പാതിവില തട്ടിപ്പ് കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തുന്നതും അതിൽ 2 പ്രധാനപ്പെട്ട പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. നിരവധി സംഘടനകൾ, ഗ്രൂപ്പുകൾ, ഒപ്പം തന്നെ നിരവധി ഏജൻസികളെല്ലാം ഉണ്ടായിരുന്നു തട്ടിപ്പ് സംഘടനകളായിട്ട് ഈ പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി. അവർക്കെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മറ്റ് ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കോടികളുടെ ക്രമക്കേടാണ്. പല ആളുകളിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് വലിയ തോതിലുള്ള വഞ്ചനയും ക്രമക്കേടും തന്നെയായിരുന്നു അവിടെ നടത്തിയിരുന്നത്. മാത്രമല്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിലെ മുഖ്യ പ്രതി ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള അനീഷ് കുമാർ ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും വ്യാജ പരാതികൾ നൽകി അത് പിന്നീട് വിജിലൻസ് ഏറ്റുപിടിച്ച് അന്വേഷണം പോലും നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും തന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുമെല്ലാമായിരുന്നു പരാതി. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അത് വ്യാജ പരാതികളാണ് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ആ കേസിൽ കൂടി കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അനീഷ് ബാബുവിൻ്റെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കേസായിരുന്നു നടൻ ജയസൂര്യയെ പലതവണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചിട്ടുള്ള സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ്. ആ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൻ്റെ പണം ജയസൂര്യയും പങ്കാളിയായിട്ടുണ്ട്. അതിൻ്റെ പണം കൈവശപ്പെടുത്തുന്നതിൽ പങ്കാളിയായി എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണം വരുന്നത്. എന്നാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വിശദമായ അന്വേഷണത്തിൽ ഇതിൽ പണം പറ്റിയിട്ടുണ്ട്, എന്നാൽ അത് നേരിട്ടുള്ള അറിവോടെയല്ല, പകരം അത് പരസ്യങ്ങളിൽ അഭിനയിച്ചതിൻ്റെയും അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി മാറിയതിനും ലഭിച്ച പ്രത്യുപകാരം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലമായി ലഭിച്ച പണമാണ് ജയസൂര്യ കൈപ്പറ്റിയത് എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ ജയസൂര്യയെ മുഖ്യ സാക്ഷിയാക്കിക്കൊണ്ടാണ് ആ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് വലിയ തോതിൽ കടൽവെള്ളരി കടത്തുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ കവരത്തി കോടതിയിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി സോണൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കടൽവെള്ളരി തട്ടിപ്പ് എന്ന് പറയുന്നതും കടൽവെള്ളരി വേട്ട എന്ന് പറയുന്നതും വ്യാപകമായി നടക്കുന്നതാണ്. അവിടെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കുകയും മുഖ്യപ്രതികളുടെ പങ്കാളിത്തം കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷദ്വീപിലടക്കം പല ഘട്ടങ്ങളിലും അന്വേഷണം പൂർത്തിയാക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രധാനപ്പെട്ട നിർണായകമായ കേസുകളിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികൾ പൂർത്തിയായിരിക്കുന്നു. പരമാവധി കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുക, പരമാവധി കേസുകളിൽ അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്ന നിലയിലേക്കും എന്ന ഘട്ടത്തിലേക്കും തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. കഴിഞ്ഞ മാർച്ചിൽ 12ഓളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇത്തവണ 33ലധികം കേസുകളിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ശരി ജിജീഷ്.